യേശുവിനെ അമ്മയാക്കണമേ. ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരായ പോലെ ദൈവമേ ഹൃദയമേ തേടുന്നു. ജനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ ഈ പാപക്കറകൾ കഴുകി ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തില് അവയവമായി തീരുന്ന ഈ ദാസി എന്നേക്കും. ചോദിക്കുന്ന ചോദ്യത്തിന് ജ്ഞാനസ്നാന മാതാപിതാക്കളും തലോട്ടപ്പനും തലോട്ടമ്മയും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറിയം മുദ്രിതയായിരിക്കുന്നു. ുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ഞങ്ങളുടെ ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ഒന്നാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി ബഹുമാനം തുടരുന്ന ആരാധന സമർപ്പിക്കുവാൻ എപ്പോഴും ഞങ്ങളെ ആവശ്യിക്കുകയും നിങ്ങളതനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോക്കി കുഞ്ഞിനെ ശരിയാവാൻ വളർത്തുന്നതും മനസ്സിലാക്കുവാനും നിയന്ത്രിക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ട്
നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ദൗത്യം പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരും അവരുടെ കീഴുകാരാലയത്തിൽ ഒന്ന് ചേരുന്ന ഈ ശിശുവിനെ നിത്യജീവനിലേക്കുള്ള പ്രമാണമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായും സാർവത്രികവും സ്നേഹികവും എല്ലാവരെയും കരുണാനിധിയായ ദൈവമേ, എല്ലാവരും ഒന്ന് ചേർന്ന് പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനുമേ ദോഷിതം പ്രതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും കരുതലും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. എല്ലാവരും പരിശുദ്ധമായ സർവേശ്വരായ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടെ താമസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിനും പൗത്രീകരിക്കപ്പെട്ട അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരാവുകയും ചെയ്യട്ടെ. പിതാവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ ദൈവത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. നാമത്തിൽ മറിയം വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറിയം മാമോദീസാക്കപ്പെടുന്നു. വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. പ്രകാശമായ മിശിഹ ആയിരിക്കട്ടെ. തുടർന്ന് പരിശുദ്ധാത്മാവിനെ സ്ഥിരീകരിക്കുന്ന സ്ഥൈര്യലേപനം എന്ന കുദാശ നൽകുവാനായിട്ട് പോവുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി ജ്ഞാനസ്നാനം മാതാപിതാക്കളും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭക്തിയോടും സർവ്വമായി പ്രാർത്ഥിക്കുക. ദൈവമേ, ശ്രീകന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച്
അവരെ ശക്തിപ്പെടുത്തിയ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശ്രീകന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യദാനം അങ്ങയുടെ ദാസിക്ക് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസായോട് പൊതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അമൃതവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. ആമാപിതാവെ, അങ്ങയെ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരമലയാളിയും സഭയുടെ വിശ്വസ്തദാസിയുമായി ജീവിക്കുവാനുള്ള ശക്തയാക്കട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മശക്തിയും നിലയട്ടെ. അങ്ങനെ അനുഗ്രഹത്താൽ നിർമ്മല ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്വീകരിച്ച ജീവിതായും മലയാളവും പരിശുദ്ധാത്മാവിന്റെ നിർവാഹനപൂർണ്ണതയിൽ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. ഈ മിശിഹായുടെ തിരുവരുന്ന ജീവിതത്തോടുനീളം പ്രസരിപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെ അടയാളമായി മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ശിശുവിനോട് ചേർന്ന് നമുക്കും പിതാവായ ദൈവത്തെ പിതാവിൽ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ.
യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. നിനക്കായി ഗത്സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ